യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ഈശോ നമുക്കൊരവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ തിരുവചനം ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈശോ അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, യഹൂദരോട് പറയുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്ന്. ദൈവവചനം അനുസരിച്ച് ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോടൊപ്പം യാത്ര ചെയ്താൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറും. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് സത്യം? സത്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെത്ര പാപിയാണേലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മറ്റെന്തിനേക്കാളും അധികമായി ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആ ഈശോയെ നമ്മുടെ രക്ഷകനായി നമ്മൾ പ്രഖ്യാപിക്കണം. ആ വിശ്വാസം നമ്മൾ ലോകത്തോട് ഏറ്റുപറയണം. യേശുവിലൂടെ മാത്രമേ ഈ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് പറയുവാനുള്ള ഊർജം, ആ സുവിശേഷ ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ആ സത്യം പുരമുകളിൽ നിന്ന് വിളിച്ചു പറയണം. യേശു ഏകരക്ഷകനാണെന്നും യേശുവിലൂടെയാണ് നീ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നും പറയുവാൻ ആ സുവിശേഷ വേലയ്ക്കായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഈശോയുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നത്, സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയും ആ ഈശോയോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യും. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.